അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം അറിയിക്കാൻ വന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ ഞാൻ ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയും ഞാൻ ആഘോഷിക്കും എന്നൊക്കെ. ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, പക്ഷേ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സായി. എന്താണ് നല്ല സന്തോഷമുണ്ട് എനിക്ക്. 100+ ആയിട്ടോ, 110 13 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ആരും അറിയാത്ത എന്നെ സോഷ്യൽ മീഡിയ വഴി ഒരു 100 പേര് അറിയുന്നു, അല്ലെങ്കിൽ 100-ൽ കൂടുതൽ പേര് ആൾക്കാർ അറിയുന്നു എന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ ലൈവ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല, അതൊന്നും ചെയ്യാൻ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം. ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡീസ് ആ ഒരു വീഡിയോസ് മാത്രമാണ്. പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ്, ചോറ്, അത് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സ്റ്റാൻഡപ്പ് പോലെ കോമഡീസ് കാര്യങ്ങൾ ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട്, എന്നെ സംബന്ധിച്ച് അതൊരു നല്ല റിസൾട്ടാണ് 100 സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്സ് കാര്യങ്ങളൊന്നും അങ്ങനെ വീഡിയോസിനൊന്നും അങ്ങനെ അധികം ഇല്ല. ലൈക്ക് കാര്യങ്ങളൊന്നും ആരും ചെയ്യാറില്ല. അത് ക്ലാരിറ്റി ഒന്നും ഇല്ലല്ലോ വീഡിയോയ്ക്ക്, അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്താണെങ്കിലും കുഴപ്പമില്ല. കുറച്ചായിട്ട് പയ്യെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് താങ്ക് യു. ഇനിയും ഞാൻ വീഡിയോസ് ഇട്ട് വെറുപ്പിക്കാൻ വരും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടാൽ അതെനിക്ക് കുറച്ചും കൂടി ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ഇനിയും ഇങ്ങനെ ഈ സെയിം കോമഡീസ് ബൈ പറഞ്ഞിട്ട് വീണ്ടും പറയണമെന്നല്ലേ, സോറി, ഈ ഒരു സെയിം വീഡിയോസ് മീൻസ് കോമഡി പോലെയുള്ള അങ്ങനെ ചെയ്യാനാണ്, ഷോർട്സ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പം മീൻസ് നിങ്ങൾക്ക് ഒരു ബോറടി ആവത്തില്ല. ഷോർട്സ് ആകുമ്പോൾ ജസ്റ്റ് 2-3 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാട്ടിൽ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും കുറച്ച് നല്ലപോലെയൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് ഡാൻസ് പഠിച്ചിട്ട് ഒരു ഡാൻസ് കളിച്ച് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഒരു നല്ല കുക്കിംഗ് വീഡിയോ ചെയ്യണം എന്നുണ്ട്. അങ്ങനെ പിന്നെ ഈറ്റിംഗ് ചലഞ്ച് ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും ഈറ്റിംഗ് ചലഞ്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ നോക്കട്ടെ, പറ്റിയാലൊരു നല്ലൊരു ഫോണോ അല്ലെങ്കിൽ ക്യാമറയോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ട് അത് അങ്ങനെയും ഞാൻ ഓരോന്നെൻ്റെ മനസ്സിൽ പ്ലാനുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരിമിതി സാഹചര്യത്തിനുള്ളിൽ നിന്നുള്ള വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിൻ്റെ അടുത്തേക്കൊന്നും അധികം അങ്ങ് റീച്ച് ആവാത്തത് വീഡിയോസ്. എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കലാകാരിയാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, ഇന്ന് ഇത്ര ആൾക്കാർ കാണും അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും എത്താത്തത് എന്തുകൊണ്ടാണ്? എന്നിരുന്നാൽ പോലും ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനിയും വീഡിയോസ് ഇടും, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ സന്തോഷം ഉണ്ടായത്. അപ്പം ഞാൻ നിങ്ങളെ തന്നെ ആദ്യം അത് അറിയിക്കുന്നു കേട്ടോ. ഞാൻ കറക്റ്റ് 100 ആയപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 100 സബ്സ്ക്രൈബർ ആയെന്ന് വെച്ചോ, 10 മിനിറ്റ് കഴിയുമ്പോൾ അത് 99 ആവും. ചിലർ സബ്സ്ക്രൈബ് ചെയ്യും സ്പോട്ടിൽ തന്നെ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്ത് കുറച്ചും കൂടി ആവട്ടെ, അപ്പം അറ്റ്ലീസ്റ്റ് 100 എന്നെങ്കിലും പറയാമല്ലോ എന്ന്. അപ്പോൾ ഈ 100 എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ സംഖ്യ തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.